ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി മുന്നോട്ട് പോകും. സമസ്ത അജയ്യമായി മുന്നോട്ട് പോകണം. സമസ്തയോടെ നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാനല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല. നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റുപറ്റിപ്പോയി, അത് അബദ്ധമാണ്. അതിനെ സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത്, സമസ്തയുടെ ഉലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ, നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന ആളുകൾ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ അതിന്റെ അപകടം എന്തേ തിരിച്ചറിയാത്തത്? ഞാനിത് പറയാൻ കാരണം ഉലമാ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ പതാകക്ക് പിന്നിൽ അണിനിരക്കുമ്പോ, ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ മഹാന്മാര് അണിനിരക്കുമ്പോ ആ കൂട്ടത്തില് സമസ്തയുടെ സമുന്നതന്മാരായ ഉലമാക്കൾ ഉണ്ടാകും. അത് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ. കാരണം ഇവിടെ കിടക്കുന്ന മഹാനായ വരക്കല തങ്ങളുപ്പാപ്പ വലിയ ആലിമായിരുന്നില്ലേ? ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അവരന്ന് തുടക്കം കുറിക്കുമ്പോ ഇൽമിന്റെ ബഹറുകളായ ത്വരീഖത്തിന്റെ മശായിഖന്മാരായ വലിയ സൂക്ഷ്മതയുള്ള ഔലിയാക്കളായ മഹാരഥന്മാർ, വാങ്ങൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ, ഖുത്ബി തങ്ങൾ, ഈ മഹാന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയല്ലേ? വലിയ മഹാന്മാർ, അവരുടെ അതേ പരമ്പര, അതിൽ ഒരു കുറവുമില്ലാതെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഇന്ന് സമസ്തയുടെ മുശാവറയിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഒളവുണ്ണ ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല. നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റുപറ്റിപ്പോയി, അത് അബദ്ധമാണ്. അതിനെ സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത്, സമസ്തയുടെ ഉലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ, നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന ആളുകൾ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ അതിന്റെ അപകടം എന്തേ തിരിച്ചറിയാത്തത്? ബഹുമാനപ്പെട്ട സയ്യിദ് OMS തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മജ്ലിസുൻ നൂർ ചൊല്ലി തങ്ങളുടെ നസീഹത്തും ദുആയും ഈ സദസ്സിൽ നടക്കാനുണ്ട്. നമ്മളൊക്കെ ആവേശത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് വേണ്ടി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് പ്രമേയം. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയുടെ 100 കൊല്ലത്തെ കാര്യം പറയാനല്ല. സമസ്തയുടെ 100 കൊല്ലത്തെ പാരമ്പര്യം എന്നത് അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. 1500 കൊല്ലത്തെ പാരമ്പര്യമാണ്. മുത്തുനബിയുടെ പാരമ്പര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ ഇന്ന് 1500ാമത്തെ മീലാദ് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ കൊണ്ടാടിയപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ 1500 കൊല്ലത്തെ മുത്തുനബിയുടെ പൈതൃകം പാരമ്പര്യം അത് ടുത്തവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കൾ. അതാണ് സമസ്തയുടെ പാരമ്പര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി മുന്നോട്ട് പോകും. സമസ്ത അജയ്യമായി മുന്നോട്ട് പോകണം. സമസ്തയോടെ നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാനല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാ വിദഗ്ധക്കാരെയും നമ്മിലേക്ക് ചേർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം പറയുക. ചില മഹല്ലിലെ ഖത്തീബുമാരോടൊക്കെ നിർദ്ദേശമാണ്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയരുത്, നിങ്ങൾ ബിദ്അത്തിനെ പറയരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാറ്റർ പ്രസംഗിച്ചാൽ മതി. വെള്ളിയാഴ്ച ജുമുഅയോടനുബന്ധിച്ച് പ്രസംഗിക്കുമ്പോ, റമദാനിൽ ക്ലാസ് വെക്കുമ്പോ ഈ ചില ആളുകൾ നോട്ട് കൊടുക്കുകയാണ്. ആർക്ക്? ഉസ്താദിന്. ഇതൊന്നും പറയാൻ പാടില്ല, ഇന്നതേ പറയാവൂ. എന്തിനാണ് നിയന്ത്രണം?
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം. അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ? അള്ളാന്റെ റസൂല് മാറ്റി നിർത്താൻ പറഞ്ഞവരെ മാറ്റി നിർത്തണ്ടേ? എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. അതിൽ 72 വിഭാഗവും കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഇത് റസൂലുള്ള പറഞ്ഞതല്ലേ? നരകത്തിലാണ്. ഒരു കോംപ്രമൈസും ഇല്ലാതെ, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു റഹ്മത്തുമില്ലാതെയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അവര് നരകത്തിലാണ്. നരകത്തിലേക്ക് മുത്തുനബി അകറ്റിയവരെ നമ്മൾ എങ്ങനെയാണ് ചേർത്തിപ്പിടിക്കുക? നമ്മൾ ചേർത്തിപ്പിടിക്കേണ്ടത് ആരെയാണ്? മാ അന അലൈഹി വഅസ്ഹാബി. സിറാത്തുൽ മുസ്തഖീം എന്ന ധാര ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ഇതൊരു ചങ്ങലയാണ്. ആ ചങ്ങലയിലാണ് ഈ ഉലമാക്കളൊക്കെ മുറുകെ പിടിച്ചത്. ഈ ഔലിയാക്കളും ഖുതുബീങ്ങളും സാദാത്തുകളും മുറുകെ പിടിച്ചത്. ആ ചങ്ങലയിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, എല്ലാ ബിദ്അത്തുകാരും ഒന്നിച്ചിരിക്കണം എന്നല്ല ഈ ആയത്തിനർത്ഥം. നേരായ വഴി, സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ ഒരേ ഒരു വഴി, ഒരേ ഒരു കയർ, ഒരേ ഒരു പാശം, ഒരേ ഒരു ചങ്ങല. നേരായ വഴിയിൽ നിങ്ങളും വന്ന് ചേരുക, നിങ്ങളും വന്ന് മുറുകെ പിടിക്കുക. വിജയിക്കുന്ന വഴി ഒറ്റ ഒന്നേ ഉള്ളൂ. ആ വഴി ഇന്ന് നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബിദ്അത്ത് നമ്മുടെ ഈമാൻ അപഹരിച്ചു കൊണ്ടുപോകും. ബിദ്അത്ത് നമ്മുടെ തഖ്വ കട്ടുകൊണ്ടുപോകും. ബിദ്അത്ത് നമ്മുടെ ഹൃദയത്തിൽ അപകടകരമായ മാറാലക്കെട്ടുകൾ നിറക്കും. ബിദ്അത്ത് ഈമാനിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയും. നമുക്ക് മരിക്കുമ്പോ ഈമാൻ കിട്ടണം, തൗഹീദിന്റെ ആളുകളാവണം, കലിമ ചൊല്ലി മരിക്കാൻ കഴിയണം. ശംസുൽ ഉലമയുടെ വഴി പാരമ്പര്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അത് നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേരണം. നമുക്കും ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയാണ് സമസ്ത, അതിനു വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ടാണ് സമസ്ത ഒരുപാട് ത്വരീഖത്തുകളെ കള്ളത്വരീഖത്തുകളായി പ്രഖ്യാപിച്ചത്. സമസ്തയുടെ പണി എന്താ? ഒരുപാട് ആളുകളെ ഇത് സമസ്ത ചെയ്യണോ? കുറെ ശത്രുക്കളെ ഉണ്ടാക്കണോ? വഹാബികളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് അവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തി. വഹാബികൾ അപകടകാരികളാണ്, ഇത് പറയാനാണ് സമസ്ത രൂപീകരിച്ചത് തന്നെ. മൗദൂദികൾ വന്നപ്പോ അവർ അപകടകാരികളാണെന്ന് പറഞ്ഞു. തബ്ലീഗുകാർ വന്നപ്പോ വലിയ ആപത്താണെന്ന് പറഞ്ഞു. ഓരോ കള്ളത്വരീഖത്തുകാർ വന്നപ്പോ അപകടമാണ് മുസ്ലിമേ, അങ്ങോട്ട് പോകരുത്, ഈമാൻ നഷ്ടപ്പെടുത്തരുത്. എന്തിനാണ് സമസ്ത കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയത്? അതിന്റെ പേരിൽ വ്യക്തിപരമായി അവരിൽ നിന്നൊക്കെ എന്തൊക്കെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നാലും. അപ്പോ വഹാബികൾ പറഞ്ഞു ശംസുൽ ഉലമയെ കുറിച്ച് മുശ്രിക്കാണെന്ന്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കാണെന്ന്. ഇന്ന് സയ്യിദുൽ ഉലമയെ കുറിച്ച് ഒരു വഹാബി പ്രഭാഷകൻ പറഞ്ഞത് എന്താണ്? അബൂജഹലിന്റെ ഈമാനും ജിഫ്രി തങ്ങളുടെ ഈമാനും അളന്നു നോക്കിയാൽ അബൂജഹലിന്റെ ഈമാനാണ് ഒരു പണത്തൂക്കം മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളെ സയ്യിദുൽ ഉലമയെ താറടിക്കുമ്പോ അതൊക്കെ പൂമാല പോലെ ഏറ്റെടുക്കുന്നവരാണ്. എന്തൊക്കെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ബിദ്അത്തുകാരിൽ നിന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശത്രുക്കളിൽ നിന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ ചീത്ത വാക്കുകളും കുത്തുവാക്കുകളും എന്തൊക്കെ അപകടകരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതൊക്കെ പൂമാലയായി സ്വീകരിച്ച് വളരെ പക്വതയോടുകൂടെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സനെ പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളോടൊപ്പം കേരളത്തിലെ വിവിധ കബീലകളിലൂടെയുള്ള തങ്ങന്മാർ, ബഹുമാനപ്പെട്ട ജമലുല്ലൈലി കബീലയിലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ബുഖാരി കബീലയിലെ, ഐദറൂസി കബീലയിലെ, ജിഫ്രി കബീലയിലെ, ശിഹാബുദ്ദീൻ കബീലയിലെ, അതേപോലെ ഐദറൂസി, റിഫായി, ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിലൂടെ ഉള്ള പ്രത്യേകിച്ച് ഹദറമി സാദാത്തുക്കൾ, ഇവിടെ കിടക്കുന്ന ബാലവി പരമ്പരയിലെ മഹാന്മാർ, ഇവരൊക്കെ മഹാന്മാരായ സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അൽഹംദുലില്ലാഹ് നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ തങ്ങന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. സാദാത്തുക്കളെ മുന്നിൽ നിർത്തുന്ന പാരമ്പര്യം സമസ്ത നമുക്ക് പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ് ഈ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സയ്യിദന്മാർ, വാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വാണക്കാട്ട് സാദാത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ ഉൾപ്പെടെ, അതേപോലെ OMS തങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നു. ഇവരൊക്കെ സുന്നികളാണ്, ഇവരൊക്കെ സുന്നി നേതാക്കന്മാരാണ്. ഈ തങ്ങന്മാരുമായി നമ്മുടെ ബന്ധം എന്താണ്? ഈ തങ്ങന്മാർ നമുക്ക് ചരട് മന്ത്രിച്ചു തരുന്നവരാണ്, നൂല് മന്ത്രിച്ചു തരുന്നവരാണ്, വെള്ളം മന്ത്രിച്ചു തരുന്നവരാണ്, ഉറുക്ക് തരുന്നവരാണ്, ആത്മീയ ചികിത്സ നടത്തി തരുന്നവരാണ്, മന്ത്രിച്ചു തരുന്ന
തരുന്നവരാണ്. അവരാണ് നമ്മോട് മജ്‌ലിസുൻ നൂർ നടത്താൻ പറഞ്ഞത്. അവരാണ് നമുക്ക് ആത്മീയമായ വഴികാട്ടികളായത്. ഇവർക്കെതിരെ ഈ തങ്ങന്മാരെ അതിന്റെ പേരിൽ അവരിങ്ങനെയുള്ള ആത്മീയത നടത്തിയതിന്റെ പേരിൽ അവരെ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലെ മേൽശാന്തിമാരാക്കണമെന്ന് പറഞ്ഞത് ആരാ? ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമല്ലേ? പാണക്കാട്ട് തങ്ങന്മാർ ഉൾപ്പെടെ കേരളത്തിലെ സകല തങ്ങന്മാരെയും നിന്ദിച്ചതാരാ? ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമല്ലേ? കാരണം അവർക്ക് ആത്മീയത സഹിക്കൂല, അവർക്ക് ആത്മീയ ചികിത്സകൾ സഹിക്കൂല. അവർക്ക് ഈ തങ്ങന്മാർ ചെയ്യുന്നത് മുഴുവനും ഖുറാഫാത്താണ്. അവർ ഈ ഉസ്താദുമാർ ചെയ്യുന്നത് മുഴുവനും ശിർക്കാണ്. നമ്മൾ ചൊല്ലാൻ പോകുന്ന മജ്‌ലിസുൻ നൂർ ഉൾപ്പെടെ അവർക്കൊക്കെ ഏറ്റവും വലിയ അലർജിയാണ്. വിദ്യാർത്ഥുകാരാ, നിങ്ങൾക്ക് അലർജിയായത് ആത്മീയ മധുരമായി ഏറ്റെടുത്തവരാണ് ഞങ്ങൾ. ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ, ഒരു യാസീൻ ഓതാൻ പറഞ്ഞാൽ, ഒരു ഖത്മുൽ ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി ഒളിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ഹദ്ദാദും മൗലിദും ഖുതുബിയത്തും ഈ പുണ്യകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് അലർജിയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഈമാൻ വളർത്താനുള്ള ഏറ്റവും വലിയ ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ്. ഇത് ചൊല്ലി ഈമാൻ അധികരിക്കുന്നവരാണ്. ഈ മാർഗങ്ങളിലൂടെ പടച്ചറബിലേക്ക് അടുക്കുന്നവരാണ്. തൗഹീദിൽ ഞങ്ങളുടെ ആദർശവും തൗഹീദിലുള്ള വിശ്വാസവും ഈ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാറുള്ളത്. ഞങ്ങളാണ് സുന്നികളാണ് ധാരാളം ദിക്ർ ചൊല്ലുന്നവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളുടെ പള്ളികളിലാണ് തസ്ബീഹ് മാലകൾ. ഞങ്ങളാണ് ദിക്റിന്റെ ഹൽഖകൾ നടത്തുന്നവർ. ഞങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നവർ. ഞങ്ങളാണ് ഖുർആൻ ഓതുന്നവർ. ഞങ്ങളാണ് ധാരാളം ഖത്തം തീർക്കുന്നവർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ പിതാവ് സമസ്തയുടെ മുശാവറ അംഗമായിരുന്നു. ശൈഖുനാ ഓ കുട്ടി മുസ്ലിയാർ അമ്പലക്കടവ് ഖുർആൻ ഓതി, അങ്ങനെ ഖുർആനിലെ ആയത്തുകൾ ഓതി യാ അല്ലാഹ് യാ റബ്ബനാ യാ അഫൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വഫാത്തായി. ഹാഫിളായിരുന്നു. എങ്ങനെയാണ് ഹാഫിളായത്? മക്കള് പറയാറുണ്ട്, വാപ്പ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കുട്ടി ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കാം. ഉപ്പങ്ങനെ വരുമ്പോ ഖുർആൻ ഓതിയിട്ടാണ് വരിക. ഞങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ വരുന്നു എന്ന്. യാത്രയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിലും ഒഴിവ് വേളകളിലൊക്കെ ഖുർആൻ ഓതി 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 ഹാഫിളായി. ബഹുമാനപ്പെട്ട ശൈഖുനാ ഓ കുട്ടി ഉസ്താദ് അമ്പലക്കടവ്, അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ഖുർആനിന്റെ അഹ്ലുകാർ സുന്നികളാ, ദിക്റിന്റെ അഹ്ലുകാർ സുന്നികളാ. അതുകൊണ്ടാണ് ഖുർആൻ ഓതി മരണപ്പെട്ടത്, ദിക്ർ ചൊല്ലി മരണപ്പെട്ടത് നമ്മുടെ ഉലമാക്കളൊക്കെ. നമുക്ക് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇത് ഇജാസത്ത് തന്നത് എന്തിനു വേണ്ടിയാ? യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയാ യാ മൻ ബഖി അൻഹാവിയ ഖിനി ദവാമൻ യാ അല്ലാഹ്. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കുമ്പോൾ ഈ വരികൾ എത്തുമ്പോൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് റബ്ബേ മരണം നന്നാക്കണം, സക്കറാത്ത് എളുപ്പമാക്കണം. യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയാ, നല്ല മരണം ലഭിക്കണം. 3 തവണ ആവർത്തിച്ച് നമ്മുടെ മജ്‌ലിസുൻ നൂറിൽ ചൊല്ലുന്നത് നമ്മുടെ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ്. ഇവരോട് ആരോടുമുള്ള വിരോധമല്ല, നമുക്ക് ഈ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടലാണ്. അതിന് സമസ്ത നമ്മുടെ ആത്മീയ വഴിയാണ്. പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസുൻ നൂർ ചൊല്ലി ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ OMS തങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്കറിയാം വളരെ മനോഹരമായി പ്രൗഢമായി ഇത്തരത്തിലെ സദസ്സുകളിൽ നസീഹത്ത് നൽകാനും ദുആ ചെയ്യാനും നമുക്ക് ആത്മീയമായ ആവേശം നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന മഹാനാണ് ആ കുടുംബം. OMS തങ്ങളുടെ ആ കുടുംബം, ആ കുടുംബത്തിലെ സാദാത്തുക്കളൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് മുതൽക്കൂട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുമ്പോ ശംസുൽ ഉലമയുടെ അടുത്ത് വരുമ്പോ, വരക്കല തങ്ങൾ ഉപ്പാപ്പയുടെ അടുത്ത് വരുമ്പോ ആത്മീയത കൊണ്ട് എത്രയോ ആളുകൾ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നു, ഇവിടെ ദുആ ചെയ്തു പോകുന്നു, കണ്ണീരൊലിപ്പിച്ചു പോകുന്നു. അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ധാരാളം സഹോദരിമാരുണ്ട്. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ ബദറിലേക്ക് ഈ പുണ്യമായ സദസ്സിൽ അലിഞ്ഞു ചേരുകയാണ്. അസ്ഹാബുൽ ബദറിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്താൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. ഈ സദസ്സിലേക്ക് സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെ സ്വതക്കകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നേർച്ച നൽകിയവർ, സിയാറത്തിന് വന്ന് ഇവിടെ നേർച്ചപ്പെട്ടിയിൽ സ്വതക്ക നൽകിയവർ, ദുആ കേൾപ്പിച്ചവർ പല ആളുകളുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത്, ഒപ്പത്തുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ പടച്ച റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഇങ്ങോട്ട് വരുമ്പോ വിളിച്ചു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇവിടെ വരുമ്പോ ഇവിടെ മുത്തഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് ഒരു സംഭാവന, കാര്യമായ ഒരു സംഭാവന തന്നെ നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ചെറുപ്പക്കാരന്റെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.